Hi all, welcome back to my channel. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് പനീർ മസാലയാണ്. ചപ്പാത്തിയുടെ കൂടെയൊക്കെ സെർവ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സൈഡ് ഡിഷാണിത്. കീറ്റോ റെസിപ്പി ഫോളോ ചെയ്യുന്നവർക്കും ഇത് ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. ആദ്യം ഒരു പാൻ ചൂടാക്കുക. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് പനീർ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 400 ഗ്രാം പനീറാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിന് ചെറുതായിട്ടൊന്ന് കളർ മാറി വരുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒരു ഗോൾഡൻ കളർ ആവുന്നത് വരെ ഇതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പനീറിൻ്റെ കളറൊക്കെ മാറി നല്ല ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കണം. 1/2 കപ്പ് ഒണിയൻ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു സവാള അരച്ചെടുത്തതാണിത്. 1/2 കപ്പ് ഉണ്ടായിരുന്നു. ഇതിനെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ സവാള നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. അതിലെ വെള്ളമൊക്കെ വറ്റി എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി എരിവിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ നല്ല ജീരകം പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. പൊടികളുടെയൊക്കെ പച്ചമണം മാറി വരുന്നവരെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് തക്കാളിപ്പീര് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു തക്കാളി ഒന്ന് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുത്തതാണിത്. അത് ചേർത്ത് കൊടുക്കാം. തക്കാളി ഒന്ന് വെന്ത് വരുന്നവരെ അതിനെ ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇപ്പോൾ ഗ്രേവി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ വെള്ളമൊക്കെ വറ്റി നല്ല തിക്കായിട്ടാണുള്ളത്. അപ്പോൾ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കണം. ഞാനൊരു 1/2 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഈ ഗ്രേവിയിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന പനീർ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാല പൊടിയും 1 ടീസ്പൂൺ കസൂരി മെത്തിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഉലുവയുടെ ഇലയാണ് കസൂരി മെത്തി. അതുകൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കട്ടിയുള്ള തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു രീതിയിൽ തന്നെയാണ് പനീർ ബട്ടർ മസാലയും തയ്യാറാക്കുന്നത്. അതിൽ ലാസ്റ്റ് ചേർക്കുന്നത് ക്രീമാണ് ചേർക്കുന്നത്. അപ്പോൾ ഇനി തയ്യാറാക്കുമ്പോൾ ഈ ഒരു ഇതിൽ തയ്യാറാക്കി നോക്കുക. ഇനി ഇതിനെ നമുക്ക് കുറച്ച് സമയം അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കണം. 1-2 മിനിറ്റ് ഇതിനെ അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ പനീർ മസാല റെഡി ആയിട്ടുണ്ട്. നമുക്ക് കുറച്ച് ഗ്രേവി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇച്ചിരി തിക്കായിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുക്കാം. മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയറും ചെയ്യുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ പുതിയ റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.